തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കഴിഞ്ഞുപോയ ശിശുദിനത്തിൽ തങ്ങൾ ചെയ്യേണ്ടുന്ന മാതൃകാ പ്രവർത്തനത്തെക്കുറിച്ച് പിണറായിയിലെ കാരണവർമാർക്കും കുട്ടികൾക്കും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശിശുദിനം കടന്നുപോയിട്ടും ആ പ്രവൃത്തി വാർത്തയാവുകയാണ്. പശ്ചിമഘട്ടത്തിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന വെള്ളപ്പൈൻ മരം നട്ടുപിടിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഒരു സാധനവും പതരാത്ത വിധത്തിൽ കാറ്റിങ്ങനെ വന്നു വരും. മറ്റൊന്നെന്താ, കടലിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ ഒരു പ്രത്യേകത ഉപ്പ് രസമുണ്ട്. ഈ ഉപ്പ് രസത്തിന് തന്നെ അത് നിങ്ങൾ കടലിൻ്റെ ഇങ്ങനൊന്ന് ന്യൂമാക്കിനെടുക്കുന്നത് തുടങ്ങിയിട്ട് അങ്ങ് ചാമന്തളി വരെ ഒന്ന് കടലിൻ്റെ കരയിലോട്ടൊന്ന് സഞ്ചരിച്ച് നോക്ക്. ഇപ്പം തെങ്ങ് മുഴുവൻ പോയി. അത് രോഗം കൊണ്ട് മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന അപൂർവയിനം മരം മാത്രമല്ല വെള്ളപ്പൈൻ മരം. ഏറെ ഔഷധ ഗുണമുള്ളതും നക്ഷത്ര വിഭാഗത്തിൽപ്പെട്ടതുമാണിത്. കുന്തിരിക്കം ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളപ്പൈൻ മരത്തിൽ നിന്നാണെന്ന് പലർക്കും അറിയില്ല. സംരക്ഷണം ആവശ്യപ്പെടുന്ന സസ്യവിഭാഗമാണിത്. കുട്ടികളും വയോജനങ്ങളും ചേർന്നാണ് പിണറായി വെസ്റ്റ് ക്ഷേത്ര പരിസരത്ത് പൈൻ മരച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെയും SPC യൂണിറ്റിന്റെയും പിണറായി വെസ്റ്റ് അങ്കണവാടിയുടെയും സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത്. മരുന്നടിയിൽ ഉദ്ഘാടനം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ K വിമല അധ്യക്ഷയായി. പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ PV പ്രഭാകരൻ, SPC ഓഫീസർ N പ്രജോഷ്, CP സജിത, വായനശാല ഭാരവാഹികളായ അഡ്വക്കേറ്റ് V പ്രദീപൻ, KP രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.